ഗസയിലെ രാഷ്ട്രീയവും സൈനികവുമായ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന നീക്കമാണ് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എയൽ സമീർ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സീസ് ഫയർ എഗ്രിമെന്റ് പ്രകാരം ഇസ്രായേൽ സേന താൽക്കാലികമായി പിൻവാങ്ങാൻ തീരുമാനിച്ച യെല്ലോ ലൈൻ ഇനി മുതൽ ഇസ്രായേലിന്റെ പുതിയ അതിർത്തി ആയിരിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം ഗസയുടെ വിഭജനത്തെ ശാശ്വതമാക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. പുതിയ അതിർത്തി പ്രഖ്യാപനം വരുമ്പോഴും ഗസയിലെ മനുഷ്യദുരിതത്തിന്റെ ചിത്രം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച സംഘർഷത്തിൽ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 70,000-ലധികമാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ്. പരിക്കേറ്റവരുടെ എണ്ണം ലക്ഷക്കണക്കിന് വരും. കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്ന ഗസയിൽ ഏകദേശം 1.9 മില്യൺ 19 ലക്ഷം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. ശരിക്കും ഈ പ്രഖ്യാപനത്തോടെ, അതായത് ഇസ്രായേലിന്റെ ഈ പുതിയ അതിർത്തി പ്രഖ്യാപനം ഈ പലായനം ചെയ്തവരുടെ തിരിച്ചുപോക്കിനുള്ള അല്ലെങ്കിൽ തിരിച്ചു വരവിനുള്ള വഴികൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിരിക്കുകയാണ്. ട്രംപിന്റെ സമാധാന പദ്ധതിയും അതിലെ ഈ യെല്ലോ ലൈനും എന്താണ്? ട്രംപ് 20 പോയിന്റ് പീസ് പ്ലാനിന്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു താൽക്കാലിക സൈനിക രേഖയായിരുന്നു ഈ യെല്ലോ ലൈൻ. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ഗസയെ ഒരു താൽക്കാലിക ബഫർ സോൺ ഉപയോഗിച്ച് വിഭജിക്കുന്നത്. ഈ രേഖ ഗസയെ ഏകദേശം രണ്ടായി തിരിക്കുന്നു. വെസ്റ്റ് ഗാസ, പടിഞ്ഞാറ് ഭാഗം ജനവാസമുള്ള പലസ്തീൻ മേഖല. ഈ ഭാഗം പ്രധാനമായും ഹമാസിന്റെ സ്വാധീനത്തിലുള്ള പലസ്തീൻ പ്രദേശമാണ്. ഗാസ സിറ്റി, ഖാൻ യൂനിസ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ഇവിടെയാണ്. ഇനി കിഴക്കുഭാഗം ഈസ്റ്റ് ഗാസ നിലവിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയുമാണ്. ഗാസയുടെ മൊത്തം വിസ്തൃതിയുടെ ഏകദേശം 53% വരുന്ന ഈ ഭാഗം വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു. റാഫ ഉൾപ്പെടെയുള്ള കിഴക്കൻ അതിർത്തി പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. വെടിനിർത്തൽ കരാർ പ്രകാരം ഈ ലൈൻ ഒരു താൽക്കാലിക സൈനിക പിൻവാങ്ങൽ രേഖ മാത്രമായിരുന്നു. ഇത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF-ന് കൈമാറി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങേണ്ടതായിരുന്നു. അതായത് യെല്ലോ ലൈൻ എന്നത് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുന്നതുവരെ ഉപയോഗിക്കാനുള്ള ഒരു താൽക്കാലിക സൈനിക പിൻവാങ്ങൽ രേഖ മാത്രമായിരുന്നു. എന്നാൽ IDF ചീഫ് എയൽ സമീർ ഈ ധാരണ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഹമാസിനെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് ഇനി ഒരു താൽക്കാലിക രേഖയല്ല, മറിച്ച് ഞങ്ങളുടെ ഫോർവേഡ് ഡിഫെൻസീവ് ലൈനാണിത്. ഇത് ഇസ്രായേലിന്റെ പുതിയ അതിർത്തി ആയിരിക്കും, അദ്ദേഹം പറഞ്ഞു. ഈ പ്രഖ്യാപനം ഇസ്രായേൽ ഗസയിൽ പെർമനന്റ് മിലിറ്ററി പ്രസൻസ് ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ്. ഈ പ്രസ്താവനയിലൂടെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്നാമതായി പെർമനന്റ് പാർട്ടീഷൻ, അതായത് ഗസയുടെ ഏകദേശം 53% വരുന്ന കിഴക്കൻ മേഖലയിൽ സ്ഥിരമായ സൈനിക സാന്നിധ്യം ഉറപ്പാക്കുക. അടുത്തതായി, അതായത് രണ്ടാമതായി, സ്വാഭാവികമായി കരാർ ലംഘനമാണ്. ഗസ അധിനിവേശം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇല്ല എന്ന അന്താരാഷ്ട്ര കരാറിലെ വാഗ്ദാനം ലംഘിക്കപ്പെടുന്നു. പിന്നെ സുരക്ഷാവാദം, അതായത് സെക്യൂരിറ്റി ആർഗ്യുമെന്റ്. ഹമാസിന്റെ തുരങ്കങ്ങളും റോക്കറ്റ് വിക്ഷേപണ ശേഷിയും ഇല്ലാതാക്കാനാണ് ഈ നീക്കമെന്നാണ് ഇസ്രായേൽ നൽകുന്ന അടുത്ത വിശദീകരണം. ഇനി ഈ നീക്കത്തിനോടുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളൊന്ന് പരിശോധിക്കാം. ഇസ്രായേലിന്റെ ഈ നീക്കം ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നിർണായക പ്രഖ്യാപനത്തോട് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി വലിയ പ്രതികരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ട്രംപിന്റെ പദ്ധതിയുടെ ആർക്കിടെക്ട്സ് എന്ന നിലയിൽ US സൈനിക പ്ലാനർമാർ പോലും യെല്ലോ ലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഗസയുടെ ദീർഘകാല വിഭജനത്തിനായുള്ള പദ്ധതികൾ പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. ഇനി ഈ നീക്കത്തിനോടുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളൊന്ന് പരിശോധിക്കാം. ഇസ്രായേലിന്റെ ഈ നീക്കം ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നിർണായക പ്രഖ്യാപനത്തോട് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി വലിയ പ്രതികരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ട്രംപിന്റെ പദ്ധതിയുടെ ആർക്കിടെക്ട്സ് എന്ന നിലയിൽ US സൈനിക പ്ലാനർമാർ പോലും യെല്ലോ ലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഗസയുടെ ദീർഘകാല വിഭജനത്തിനായുള്ള പദ്ധതികൾ പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. ഈ അന്താരാഷ്ട്ര മൗനം ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയ നീക്കത്തിന് പരോക്ഷമായ ഗ്രീൻ സിഗ്നൽ നൽകുന്നതായി പലസ്തീൻ നേതൃത്വം ആരോപിക്കുന്നു. അതേസമയം ഈജിപ്ത്, ജോർദൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടി സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നും 2 സ്റ്റേറ്റ് സൊല്യൂഷന്റെ സാധ്യതകളെ ഇല്ലാതാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ ഇതിനെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് വിശേഷിപ്പിച്ചു. IDF ചീഫിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ വ്യക്തമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുണ്ട്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സർക്കാരിന് കീഴിൽ ഗസയെ പൂർണ്ണമായും വിഭജിച്ചുകൊണ്ട് തങ്ങളുടെ സുരക്ഷാ ഭീഷണി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം. യെല്ലോ ലൈൻ അതിർത്തിയാക്കുന്നതിലൂടെ ഗസയുടെ കിഴക്കൻ മേഖലയെ ഇഫക്റ്റീവ് കൺട്രോളിൽ നിർത്താൻ ഇസ്രായേലിന് സാധിക്കും. ഇത് ഹമാസിന്റെ തുരങ്കങ്ങളെയും റോക്കറ്റ് വിക്ഷേപണ ശേഷിയെയും ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും ഇസ്രായേൽ വിശ്വസിക്കുന്നു.
ഈ യെല്ലോ ലൈൻ ഒരു വെറും മഞ്ഞ രേഖയോ അല്ലെങ്കിൽ താൽക്കാലിക സൈനിക രേഖയോ അല്ല, മറിച്ച് സമാധാനത്തിനുള്ള സാധ്യതകൾക്ക് മേൽ ഒരു കറുത്ത കേർട്ടൻ ഇടുകയാണ്. അത് പലസ്തീൻ ജനതയുടെ ഭാവിക്ക് മേൽ ഇസ്രായേൽ വരച്ച പുതിയ അതിർത്തിയാണ്. ഈ പുതിയ അതിർത്തി പ്രഖ്യാപനം മധ്യേഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എങ്ങനെ മാറ്റുമെന്നും റീജിയണൽ സ്റ്റെബിലിറ്റിയെ എങ്ങനെ ബാധിക്കുമെന്നും അതുപോലെ നിലവിലെ വെടിനിർത്തൽ എത്ര നാൾ തുടരുമെന്നും ഒക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും.